വഖബിൽ ഇടക്കാല ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി ഇറക്കാൻ പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ പൂർണ്ണമായും അത് ഈ വഖബ് റദ്ദാക്കുമോ അതല്ല ഇനി എന്തായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം കേസ് കുറച്ച് ദിവസത്തേക്ക് മാറ്റാം, എന്നാൽ നിലവിലെ സാഹചര്യം മാറ്റരുത് എന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം വരികയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഒന്നും സംഭവിക്കില്ല എന്ന് സോളിസിറ്റർ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നും സംഭവിക്കില്ലെന്ന് സോളിസിറ്റർ ജനറൽ പറയുന്നു. കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും നിയമം നടത്തുകയാണെങ്കിൽ അത് അസാധുവാണെന്ന ഉറപ്പ് നൽകാമെന്ന് സോളിസിറ്റർ ജനറൽ പറയുന്നുണ്ട്. കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കാൻ പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട, കാരണം കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും. ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന ചില ആശങ്കകൾ അത് പ്രധാനപ്പെട്ടതായി നമുക്കറിയാം. മുസ്ലിം ബോർഡുമായി ബന്ധപ്പെട്ട് അമുസ്ലിങ്ങളെ ഇതിൻ്റെ ഈ 2 വഖഫ് കേന്ദ്രത്തിൻ്റെ സംസ്ഥാന വഖഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സമിതികളിൽ 2 വീതം അംഗങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള വാദം കേൾക്കലിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ ദിവസം മാറ്റിവെച്ചത്. പി ബസന്തുണ്ട്. ബസന്ത്, കേന്ദ്ര സർക്കാരിന് വേണ്ടി എന്താണ് സോളിസിറ്റർ ജനറൽ കോടതിയിലേക്ക് മുൻപാകെ പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ അതുകൂടി കേട്ട് ഇനി ഉടനടി ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിക്കാമല്ലേ ബസന്ത? പ്രതീക്ഷ, ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം നിലപാട് അറിയിക്കാൻ സുപ്രീം കോടതി ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുകയാണ്. അതായത് ഒരാഴ്ച സമയം വേണമെന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോഴത്തെ സ്ഥിതി മാറരുത് എന്നുള്ള നിലപാട് കോടതി സ്വീകരിക്കുകയും ചെയ്തു. അതായത് നിയമം സ്റ്റേ ചെയ്യരുത് എന്നായിരുന്നു സോളിസിറ്റർ ജനറൽ വാദിച്ചത്. നേരിട്ടോ പരോക്ഷമായോ ഈ നിയമം സ്റ്റേ ചെയ്യാൻ പാടില്ല എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. ജനങ്ങളുടെ ആവശ്യം കേട്ടതിന് ശേഷമാണ് നിയമം രൂപീകരിച്ചത്. വിശദമായ വാദം ഈ സ്റ്റേയുടെ കാര്യത്തിൽ വേണം എന്നുള്ളതാണ് തുഷാർ മേത്തയുടെ നിലപാട്. അതേസമയം ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥിതിയിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ചീഫ് ജസ്റ്റിസ് അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. സ്റ്റേ ചെയ്യണമെന്നില്ല, പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം മാറരുത്, കേസ് പരിഗണിക്കുന്നത് ഒരാഴ്ചത്തേക്ക് മാറ്റണം എന്നുള്ളൊരു നിലപാട് സോളിസിറ്റർ ജനറൽ സ്വീകരിക്കുകയും ചെയ്തു. കുറച്ച് ദിവസത്തേക്ക് മാറ്റാം, എന്നാൽ നിലവിലെ സാഹചര്യം മാറ്റാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ്. പക്ഷേ ഇപ്പോൾ കോടതി കേന്ദ്ര സർക്കാരിന് അഭിപ്രായം അറിയിക്കാൻ, സുപ്രീം കോടതി ഇപ്പോൾ അഭിപ്രായം അറിയിക്കാൻ സമയം അനുവദിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മറ്റൊന്നും തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഉത്തരവ് ഇപ്പോൾ ഇടക്കാല ഉത്തരവാണ് വരുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന് അഭിപ്രായം അറിയിക്കാൻ സുപ്രീം കോടതി ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതായത് കേന്ദ്ര സർക്കാർ ഇന്നലെ കോടതി പറഞ്ഞ ചില നിർദ്ദേശങ്ങളോട് അഭിപ്രായം അറിയിക്കാൻ സമയം വേണമെന്നുള്ളൊരു നിലപാടാണ് തുഷാർ മേത്ത സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് കോടതി നിലപാട് അല്ലെങ്കിൽ മാനിക്കുന്നു സുപ്രീം കോടതി. ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ, ഒരാഴ്ച വരെ ഈ വാദത്തിന് വേണ്ടി സമയം ചോദിക്കുന്നു. അപ്പോൾ അതിനുള്ളിൽ ഒന്നും സംഭവിക്കില്ല എന്ന് കൂടി സോളിസിറ്റർ ജനറൽ പറയുന്നു. അപ്പോൾ ഇനി കാര്യങ്ങളിൽ വിശദമായ രീതിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകും സുപ്രീം കോടതിക്ക് മുൻപാകെ കേന്ദ്ര സർക്കാർ, അല്ലേ? അങ്ങനെയല്ലേ ബസന്ത്? ഈ ഇടക്കാല ഉത്തരവ് വരുമ്പോൾ സർക്കാരിന് ഇപ്പോൾ ഈ വിഷയത്തിൽ മറുപടി നൽകാൻ അല്ലെങ്കിൽ നിലപാട് അറിയിക്കാൻ ഒരാഴ്ച സമയം നൽകിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഇന്ന് അറിയിച്ചത്. അതായത് ഒരാഴ്ചയെങ്കിലും വേണം ഇതിൽ നിലപാട് അറിയിക്കാൻ എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അതിപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് തീരുമാനം ഉണ്ടാകുമെന്നാണ്, അല്ലെങ്കിൽ നിലപാട് അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, during the course of hearing, the Solicitor General Mehta states that respondents would like to file a short reply within 7 days and assured that till next date, no appointment shall take place to board or council under 2025 Act. He also assures that the Waqfs, including Waqf by user, already declared by notification or gazetted, their status shall not be changed. Let the reply be filed within 7 days. Reply to that be filed within 5 days of the service. അതായത് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പിതാണ്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ വഖഫ് ബോർഡിലേക്കോ സ്റ്റേറ്റ് സെൻട്രൽ കൗൺസിലിലേക്കോ യാതൊരു നിയമനവും ഞങ്ങൾ നടത്താൻ പോകുന്നില്ല. മാത്രമല്ല
വഖഫിന്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളുടെ ഇപ്പോഴത്തെ നിലപാടിൽ അല്ലെങ്കിൽ നിലയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ ഒരു മാറ്റവും വരാനും പോകുന്നില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തൽസ്ഥിതി തുടരുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ ഒരാഴ്ചത്തെ സമയത്ത്. അതായത് അതുകൊണ്ട് തന്നെ മറുപടി നൽകാൻ ഒരാഴ്ചത്തെ സമയം ഞങ്ങൾ അനുവദിക്കുന്നു. അതിനുള്ള മറുപടി അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ 5 ദിവസത്തിനുള്ളിൽ നൽകാനുമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന ഒരു ഇടക്കാല ഉത്തരവ്. അതായത് കഴിഞ്ഞ ദിവസം കോടതി ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇത് നിയമം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ആശങ്കകൾ അത് ഈ പറയുന്ന ഹർജിക്കാർ ഈ രാഷ്ട്രീയമായിട്ടും അല്ലാതെ തന്നെ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ഹർജികളിൽ മേൽ ഉയർന്ന വാദങ്ങൾ, അത് അഭിഭാഷകർ ഉയർത്തിയ വാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി കോടതി ചോദിച്ച ചോദ്യങ്ങൾ, അതിലൊക്കെ തന്നെ ഒരു വ്യക്തത നൽകാൻ ഇനി സമയം അനുവദിച്ചിരിക്കുന്നു. അതുവരെ തൽസ്ഥിതി തുടരാം. അത്രയും അതാണ് ഇന്നുണ്ടായതല്ലേ ബസന്ത്? ഉണ്ടായിട്ടുള്ളൂ. ഒരാഴ്ചത്തെ സമയം അനുവദിച്ചു സർക്കാരിന് മറുപടി നൽകാൻ. അതായത് ഇന്നലെ കോടതി ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. നിങ്ങൾ ഒരു ഹിന്ദുവിനെ പിന്നെ ഒരു മുസ്ലിമിനെ ഏതെങ്കിലും ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ബോർഡിലേക്ക് എടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കോടതി ചില സംശയങ്ങളും ചില ചോദ്യങ്ങളും ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി മറുപടി നൽകുന്നതിന് അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിലും വഖഫ് സ്റ്റേറ്റ് കൗൺസിലിലുമൊക്കെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നതിനുള്ള സമയം മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു ഉത്തരവും പറഞ്ഞിട്ടില്ല. പക്ഷേ ആകെയുള്ളത് സർക്കാർ ചില ഉറപ്പുകൾ നൽകിയിരിക്കുന്നു. അതായത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ഒരു ബോർഡും അല്ലെങ്കിൽ കൗൺസിലോ ഒന്നും തന്നെ രൂപീകരിക്കാനോ നിയമനം നടത്താനോ പോകുന്നില്ല. മാത്രമല്ല ഈ ഒരാഴ്ച കൊണ്ട് ഒരു വഖഫ് സ്വത്തിൻ്റെയും സ്ഥിതി മാറാനും പോകുന്നില്ല. തൽസ്ഥിതിയിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് മറുപടി നൽകാൻ സമയം വേണം. ആ മറുപടി നൽകുന്നതിന് വേണ്ടി ഒരാഴ്ചത്തെ സമയം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള റിപ്ലൈ അല്ലെങ്കിൽ മറുപടി നൽകാൻ ഒരു 5 ദിവസം കൂടി നൽകിയിരിക്കുന്നു. ഇതാണിന്ന് കോടതിയിൽ ഉണ്ടായിട്ടുള്ള നടപടി. വഖഫ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതി ചില നിർദ്ദേശങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതായത് ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ വഖഫ് സ്വത്തുക്കളുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ, ഇതിലൊക്കെ തന്നെ ചില കാര്യങ്ങൾ നിയമനം നടത്തി കഴിഞ്ഞാൽ അത് അസാധുവായിരിക്കുമെന്ന് കേന്ദ്രം കോടതിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നുകൂടിയാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ കൃത്യമായ ഒരു ഉറപ്പ്, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ സെൻട്രൽ വഖഫുമായി ബന്ധപ്പെട്ടും സ്റ്റേറ്റ് കൗൺസിലുകളിലേക്ക് ഈ അംഗങ്ങളെ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതുമായും ഒക്കെ എക്സ് ഒഫീഷ്യോ ആയിട്ട് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ അതിലൊക്കെയുള്ള വ്യക്തത വരുത്തും ഒരാഴ്ചയ്ക്കുള്ളിൽ. അങ്ങനെ ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ 7 ദിവസത്തെ സമയം, അതുവരെ തൽസ്ഥിതി തുടരും എന്നുള്ളതാണല്ലേ? അല്ല, അത് തന്നെയാണ് കോടതി പറഞ്ഞത്. കോടതിയുടെ ഉത്തരവിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ഇതാണ്. അതായത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അതായത് ഈ നിയമനങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര കൗൺസിലിലേക്കോ അതുപോലെ തന്നെ സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്കോ യാതൊരുവിധ നിയമനവും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനൊരു പ്രസക്തി വരുന്നില്ല ഇപ്പോൾ. മാത്രമല്ല ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നിലവിലുള്ള വഖഫ് സ്വത്തുക്കളുടെ സ്വഭാവം മാറാനും പോകുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാബല്യത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചട്ടങ്ങൾ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ പുറപ്പെടുവിക്കാത്തിടത്തോളം കാലം ഇതൊന്നും നിലവിൽ വരുന്നില്ല. വഖഫിൻ്റെ സ്വഭാവം മാറുന്നില്ല. അപ്പോൾ ഈ വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു മാറ്റവും വരാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ കോടതി ഉന്നയിച്ച സംശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചില ക്ലാരിഫിക്കേഷൻസ് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുള്ള മറുപടി നൽകാൻ ഞങ്ങൾക്ക് ഒരാഴ്ച സമയം നൽകണം എന്നുള്ളതാണ്. ഇത് കോടതി ഉത്തരവിൻ്റെ ഭാഗം കൂടി ആക്കിയിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ്. അതായത് സർക്കാർ ഇങ്ങനെ ഈ രീതിയിൽ സോളിസിറ്റർ ജനറൽ ഈ ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒരു നിയമനവും നടത്തില്ല, വഖഫിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. ഇത് കണക്കിലെടുത്ത് സർക്കാരിൻ്റെ നിലപാട് അറിയിക്കാൻ ഒരാഴ്ചത്തെ സമയം നൽകുന്നു എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ വഖഫ് വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.